പ്രിയപ്പെട്ടവരെ നമസ്തേ. കീം 2021 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സ്പെസിഫിക്കേഷനും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ശിവൻ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. കീം 2021 മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും ആർക്കിടെക്ചറിനും ബിഫാമിനും അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഏതാണ്ട് 1.5 ലക്ഷത്തിനടുത്താണ് കുട്ടികൾ സാധാരണ കീം 2021 അപ്ലൈ ചെയ്യാറുള്ളത്. കീം 2021 അപ്ലൈ ചെയ്യുന്ന മുഴുവൻ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ടതാണല്ലോ ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റും. ബാക്കിയുള്ള കുട്ടികൾ അവരുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻസിൻ്റെയും NRI സ്റ്റാറ്റസിൻ്റെയും അങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. നേറ്റിവിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കീം 2021 ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 21 അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ജൂൺ 30 വരെയുമുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും വിവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഡോക്യുമെന്റ്സിന്റെ സൈസും അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്നും നോക്കാം. ഹൗ ടു അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് ഓഫ് കാൻഡിഡേറ്റും സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റും JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്, മറ്റ് റിസർവേഷൻ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകളും PDF ഫോർമാറ്റിലുമാണ് വേണ്ടത്. ശ്രദ്ധിക്കുക, ഫോട്ടോയും സിഗ്നേച്ചറും JPEG ഫോർമാറ്റിലും ബാക്കിയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും PDF ഫോർമാറ്റിലുമാണ് വേണ്ടത്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് JPEG ഫോർമാറ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സൈസ് കിലോബൈറ്റ്സ് 15 മുതൽ 100 KB വരെയുള്ള JPEG ഫോർമാറ്റാണ് വേണ്ടത്. ഒരു ക്ലിയർ കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പുതിയ ഫയൽ എടുക്കുന്നു. ന്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് 200 പിക്സലും വിഡ്ത്ത് 150 പിക്സലും എന്ന് കൊടുക്കുക. അതിനുശേഷം സ്കാൻ ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് നമ്മളുടെ പുതിയ ഫയലിലേക്ക് ക്രോപ്പ് ചെയ്ത് വെക്കുക. പുതിയതായിട്ട് എടുത്ത നമ്മളുടെ ഫയലിൻ്റെ റെസൊല്യൂഷൻ 300 പിക്സൽ ആയിരിക്കാനും ശ്രദ്ധിക്കുക. ഹൈറ്റ് 200 പിക്സൽ, വിഡ്ത്ത് 150 പിക്സൽ, റെസൊല്യൂഷൻ 300 പിക്സൽ. കാൻഡിഡേറ്റിന്റെ പേര് വെച്ച് നമ്മൾ ഫയല് സേവ് ആസ് കൊടുക്കുക. സേവ് ആസ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഫയലിന്റെ ക്വാളിറ്റി ചോദിക്കും. അത് 6 മുതൽ 12 വരെ കൊടുക്കുക. നിങ്ങൾ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ഫോട്ടോയുടെ കിലോബൈറ്റ്സ് 31 അടുത്ത് വരും. 12 ആണ് കൊടുക്കുന്നതെങ്കിൽ 50ക്ക് തൊട്ട് താഴെ നിൽക്കുകയും ചെയ്യും മാക്സിമം കിലോബൈറ്റ്സ്. അപ്പോൾ റെസൊല്യൂഷൻ 300 ഇട്ട് സ്കാൻ ചെയ്യുന്നു. നമ്മൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കി സേവ് ചെയ്തു. അത് JPEG ഫോർമാറ്റിൽ കാൻഡിഡേറ്റിന്റെ പേരിൽ സേവ് ചെയ്യുക. നമ്മൾ കണ്ണാടി ഉപയോഗിച്ചാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ കണ്ണാടി വെച്ചുള്ള ഫോട്ടോ തന്നെ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ കണ്ണുകൾ ക്ലിയർ ആയിട്ട് വ്യക്തമായിരിക്കണം. അതായത് ഗ്ലാസിൽ ഗ്ലെയർ വീണ് മുഖം മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. മുഖം വ്യക്തമായി നേരെ കാണാവുന്ന, അതായത് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേറ്ററിന് കാൻഡിഡേറ്റിനെ തിരിച്ചറിയുക, ഇത്ര മാത്രമേ ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പേരും ഫോട്ടോ എടുത്ത ഡേറ്റും ഒന്നും മെൻഷൻ ചെയ്യേണ്ടതില്ല. ഒരു ക്രിസ്റ്റൽ ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 100 കിലോബൈറ്റ്സിൽ തൊട്ടു താഴെ. കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ വലുതായിട്ട് ഇട്ടിട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു. ഫോട്ടോഷോപ്പിൽ നമ്മൾ പുതിയ ഫയൽ എടുക്കുമ്പോൾ ഹൈറ്റ് 100 പിക്സലും വിഡ്ത്ത് 150 പിക്സലിലും നമ്മൾ പുതിയൊരു ഫയൽ ഉണ്ടാക്കുന്നു. അതിൻ്റെയും റെസൊല്യൂഷൻ 300 പിക്സൽ തന്നെ ആയിരിക്കും. ആ ഫയലിനകത്തോട്ട് നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത സിഗ്നേച്ചർ ക്രോപ്പ് ചെയ്ത് വെക്കുന്നു. ഈ ബോക്സിനകത്ത് സിഗ്നേച്ചർ നിറഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ബോക്സ് വരച്ചിട്ട് അതിനകത്ത് ചെറുതായിട്ടാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സിഗ്നേച്ചർ അവർക്ക് ലെജിബിൾ ആയിരിക്കുകയില്ല. അതുകൊണ്ട് അത് പിന്നീട് മാറ്റി ചെയ്യാനായിട്ട് പറയേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ 100 പിക്സലും 150 പിക്സലും സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളുടെ സിഗ്നേച്ചർ നിറഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ കാൻഡിഡേറ്റിന്റെ പേരിൽ തന്നെ സിഗ്നേച്ചർ എന്നുള്ള പേരിൽ സേവ് ആസ് കൊടുക്കുന്നു. അതും സെയിം തന്നെ 6 to 12 ക്വാളിറ്റിയിൽ നമ്മൾ സേവ് ചെയ്യുക. ഏതാണ്ട് 42 ഉണ്ടാവുള്ളൂ കിലോബൈറ്റ്സ്. അത് സ്കാൻ ചെയ്താൽ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും JPEG ഫോർമാറ്റിൽ 100 കിലോബൈറ്റ്സിൽ താഴെ നമ്മൾ സേവ് ചെയ്തു കഴിഞ്ഞു. ആപ്ലിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട പ്രൊവിഷനിൽ നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് സ്കാൻ ചെയ്തിരിക്കും. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫോട്ടോകളും പല ഫോട്ടോകളും കിടക്കും. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് സ്കാൻ ചെയ്തിരിക്കുന്ന ഫോട്ടോ തന്നെയാണെന്ന് നമ്മളുടെ ഫയൽ നെയിം നോക്കി മനസ്സിലാക്കി പ്രിവ്യൂ കാണാം. നമുക്ക് ആ പ്രിവ്യൂ കണ്ട് മനസ്സിലാക്കി സബ്മിറ്റ് ചെയ്യുക. ഫോട്ടോയുടെയും സിഗ്നേച്ചറിന്റെയും പ്രിവ്യൂ സൈറ്റിൽ വരും. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ മറ്റാരുടെയെങ്കിലും ലാപ്ടോപ്പിൽ നിന്നൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ
ഫോട്ടോയും സിഗ്നേച്ചറും നമ്മളുടെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ദയവായിട്ട് ഫിനിഷ് അപ്ലോഡ് ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുള്ളൂ. ഈ ഫോട്ടോയും സിഗ്നേച്ചറും പോലുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കായിട്ട് പിന്നീട് മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ടാവുകയില്ല. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രമേ അത് മാറ്റാനുള്ള പ്രൊവിഷൻ നമുക്ക് തരികയുള്ളൂ. അതുകൊണ്ട് വളരെ നിർബന്ധമായും ഫോട്ടോയും സിഗ്നേച്ചറും സ്കാൻ ചെയ്യുമ്പോൾ മറ്റ് സെന്ററുകളിൽ നിന്നൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ തന്നെയാണ്, പുതിയതാണ് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെയും ഫോട്ടോയുടെയും സ്ഥാനം പരസ്പരം മാറിപ്പോകാതിരിക്കുവാനും നിർബന്ധമായും ശ്രദ്ധിക്കണം. വരുമാനം സംബന്ധിച്ചോ നോൺ ക്രിമിലെയർ സംബന്ധിച്ചോ SC/ST വിഭാഗങ്ങളുടെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചോ അല്ലെങ്കിൽ മൈനോറിറ്റി, EWS, NRA അങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് PDF ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മാക്സിമം കിലോബൈറ്റ്സ് 500 KB ആണ്. 500 KB നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ള അപ്ലോഡ് ചെയ്യുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണ് അഡ്മിഷൻ സമയത്ത് കോളേജിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരു സർട്ടിഫിക്കറ്റ് തന്നെ പല കാര്യങ്ങൾക്ക്, ഇപ്പം കേരളത്തിൽ ജനിച്ച ഒരു കുട്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നേറ്റിവിറ്റിയുടെ അവിടെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെ അവിടെയും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ജൂൺ 21 മുമ്പായി ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് ഓൺലൈനായി ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാണ് നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോയും സിഗ്നേച്ചറും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റും അല്ലാതെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂൺ 30 വരെ നമുക്ക് സാവകാശമുണ്ട്. PDF ഫോർമാറ്റിൽ 500 KB ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടത്. ഏത് സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അതാത് സ്ഥാനത്ത് ബ്രൗസ് ബട്ടൺ ഉണ്ട്. ബ്രൗസ് ബട്ടൺ അമർത്തുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വ്യൂ എന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രൂഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിച്ചത് അത് അതാത് സർട്ടിഫിക്കറ്റ് ആണെന്ന് തന്നെ ഉറപ്പുവരുത്തണം. ഇനി ഇത് മാറി ചെയ്യണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്രൗസ് ബട്ടൺ ഉപയോഗിക്കുന്നു. നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഏതാണോ അത് ആ ഫയൽ സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് എന്ന് കിടക്കുന്നു. വ്യൂ എന്നുള്ളതിൽ ഇത് സർട്ടിഫിക്കറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ജൂൺ 30 വരെ റിമൂവ് ചെയ്യുന്നതിനും വീണ്ടും കാണുന്നതിനുമുള്ള അവസരമുണ്ടായിരിക്കും. മറ്റ് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? കേരളത്തിലെ OBC വിഭാഗത്തിലുള്ള കുട്ടികൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്, അച്ഛനോ അമ്മയോ വിവിധ സമുദായത്തിൽപ്പെട്ടവരാണ് എങ്കിൽ അതിൽ ഏത് റിസർവേഷനാണോ നമുക്ക് കൂടുതൽ ലഭിക്കുന്നത് അത് നമുക്ക് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ക്ലെയിം ചെയ്യാം. OBC ആണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ എന്ന സർട്ടിഫിക്കറ്റിന്റെ ബ്രൗസ് ബട്ടണിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ SC വിഭാഗത്തിലോ ST വിഭാഗത്തിലോ ഉൾപ്പെടുന്ന ഇന്റർ കാസ്റ്റ് മാരേജ് കപ്പിൾസ് ആണ് എങ്കിൽ തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ബ്രൗസ് ബട്ടണിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആ റിസർവേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് മറ്റൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ളത്. സ്കീം 2021 അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പഠിക്കുന്ന കാലയളവിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുവാൻ ആഗ്രഹമുള്ള കുട്ടികൾ, അത് എഞ്ചിനീയറിംഗിന്റെ ട്യൂഷൻ ഫീ വേവർ സ്കീം ആകാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കോളേജിൽ നിന്ന് കിട്ടുന്നതാവാം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് വരുമാനം കുറഞ്ഞവർ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ലിമിറ്റ് ഒന്നുമില്ല. 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ ഒന്നുമില്ല. എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അർദ്ധ സർക്കാരിലും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അഡ്മിഷൻ എടുക്കുമ്പോൾ ഗവൺമെന്റ് ഫീസായ 9200 ഫീ വേവർ സ്കീം ഉണ്ടെന്നും ഓർമ്മയിലിരിക്കട്ടെ. മറ്റ് റിസർവേഷൻ കിട്ടുവാനുള്ള എക്സ് സർവീസ്മാന്റെ സർട്ടിഫിക്കറ്റ് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്, DK ഡിഫൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുകയോ മിസ്സിംഗ് ആവുകയോ ഏതെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്തവർക്കുള്ള DK എന്ന വിഭാഗത്തിലുള്ള സർട്ടിഫിക്കറ്റ്, SD സർവീസിംഗ് ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള മക്കൾക്കായിട്ടുള്ള റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ്, RP HR വിഭാഗത്തിലുള്ള, അതായത് ഡിഫൻസിൽ തന്നെ മറ്റ് പാരാമിലിറ്ററി പോലെയുള്ള വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്കായിട്ടുള്ള റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ്. ഇതിന്റെ എല്ലാം ഫോർമാറ്റ് കേരളയുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ പ്രോസ്പെക്ടസിന്റെ അവസാന പേജുകളിലായിട്ട് ഇതിന്റെ എല്ലാം ഫോർമാറ്റ് ഉണ്ട്. അതല്ല എങ്കിൽ നമ്മൾ സ്കീം 2021 രജിസ്റ്റർ ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷന് ശേഷം ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്കിൽ
കാൻഡിഡേറ്റിന്റെ പേരും ആപ്ലിക്കേഷൻ നമ്പരും ഉള്ള നമ്മളുടെ സർട്ടിഫിക്കറ്റുകളുടെ പെർഫോമുകൾ ഡൗൺലോഡ് ചെയ്യാം. നേറ്റിവിറ്റി ആയിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോകേണ്ടതും നോൺ കേരളൈറ്റ് 1, 2 വിഭാഗത്തിനുള്ളത്, എക്സ് സർവീസ്മെന്, SD, DK ഈ വിഭാഗത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും പെർഫോമ രജിസ്ട്രേഷന് ശേഷം ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്ക് വഴിയും ലഭിക്കും, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ നിന്നും ലഭിക്കും. മറ്റൊരു സെക്ഷൻ ആയുർവേദത്തിന്റെയും ഹോമിയോയുടെയും പോലെ ഡിഗ്രി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് അവർക്കായിട്ടുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ളത്, ആ സർട്ടിഫിക്കറ്റുകളും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൃഷിക്കാരുടെ മക്കൾക്കായിട്ടും ഫിഷർമാൻ്റെ മക്കൾക്കായിട്ടും ഏർപ്പെടുത്തിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പെർഫോമയും ഡൗൺലോഡ് പെർഫോമയിലും പ്രോസ്പെക്ടസിലുമുണ്ട്. ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് കീം 2021 അപ്ലൈ ചെയ്യുന്ന മെഡിക്കൽ വിഭാഗത്തില് ആയുർവേദത്തിന് സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നവർക്ക് 5 മാർക്ക് ബോണസ് പോയിന്റ് ലഭിക്കുകയും അവർക്ക് ആയുർവേദത്തിന് സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രം, അതായത് എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ബിഫാമിനും ആർക്കിടെക്ചറിനും അപ്ലൈ ചെയ്യുന്നവരിൽ മെഡിക്കൽ ഓപ്റ്റ് ചെയ്യുകയും സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിരിക്കുന്നവർ മാത്രം മതി +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ +2 കോഴ്സ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ. അല്ലാതെ ഒരു വിഭാഗവും മെഡിക്കലിന്റെ ബാക്കിയുള്ള കോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്നവരോ എഞ്ചിനീയറിംഗ് ബിഫാം ആർക്കിടെക്ചറിന് അപ്ലൈ ചെയ്തവരോ +2 മാർക്ക് ലിസ്റ്റോ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്നവര് +2 കഴിഞ്ഞവരാണെങ്കിൽ +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് പെർഫോമയിൽ നിന്ന് കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്തിട്ട് +2 പ്രിൻസിപ്പളിന്റെ അടുത്ത് നിന്നും സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആയുർവേദത്തിന് സംസ്കൃതത്തിന് 5 മാർക്ക് അഡീഷണൽ ആയി നിങ്ങൾക്ക് ലഭിക്കും. ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോമിലെ അന്തേവാസികളായിട്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫിഷർമാൻസിന്റെ മക്കൾക്ക് അവർക്ക് ട്യൂഷൻ ഫീ ഒഴിവാക്കി കിട്ടുന്നതിനായി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. മറ്റൊരു സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി കാറ്റഗറികൾക്കായിട്ട് ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും കോളേജുകളിൽ 35% ന്യൂനപക്ഷ സീറ്റുകൾ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ വിഭാഗത്തിൽ ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, അമല, ബിലീവേഴ്സ്, സോമറോൽ, മൗണ്ട് സിയോൺ പോലുള്ള കോളേജുകളിൽ നമുക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിന് മൈനോറിറ്റി സീറ്റുകളുണ്ട്. മുസ്ലിം വിഭാഗത്തിന് MESന്റെയും അല്ലസറിന്റെയും അസീസി പോലുള്ള മുസ്ലിം സമുദായത്തിന്റെ കോളേജുകളിൽ 35% ന്യൂനപക്ഷ സീറ്റുകളുണ്ട്. അതിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി, നമ്മളുടെ ക്രിസ്ത്യൻ എന്നുള്ള വിഭാഗത്തില് ക്രിസ്ത്യൻ ന്യൂനപക്ഷ കോളേജുകളിലെ ഈ 35% സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 2018 വരെ ഓർത്തഡോക്സ്, മാർത്തോമ, CSI, റോമൻ കാത്തലിക്സ് ഇങ്ങനെ വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കാണ് സീറ്റുകൾ സംവരണം ചെയ്തിരുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ക്രിസ്ത്യൻ വിഭാഗത്തിനെ എല്ലാവരെയും, ലാറ്റിൻ കാത്തലിക്സിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിനെയും ഒരുമിച്ച് ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിലാണ് ഈ 400 സീറ്റുകളിൽ പരിഗണിക്കുന്നത്. അതിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നമ്മളുടെ ക്രിസ്ത്യൻ എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ലാറ്റിൻ കാത്തലിക്സ് ഓൾറെഡി നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അതല്ലാത്ത ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മുസ്ലിം വിഭാഗത്തിലെ ന്യൂനപക്ഷ സീറ്റുകൾ കിട്ടുവാൻ നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നവർ പിന്നീട് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതല്ലാത്ത ക്രിമിനൽ വിഭാഗത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുവാൻ. കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിലോ BDSന്റെ കോളേജുകളിലോ NRI സീറ്റിന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5ഓളം സർട്ടിഫിക്കറ്റുകൾ ഈ കേരളയുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. അവ ഒരൊറ്റ PDF ആയിട്ട് 500 കിലോബൈറ്റ്സിൽ താഴെയാക്കി ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അർഹതയുള്ള ഗവൺമെന്റ് സീറ്റോ സെൽഫ് ഫിനാൻസിങ് മെറിറ്റ് സീറ്റോ കിട്ടായികയില്ല. അതുകൂടാതെ നമുക്ക് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം മെറിറ്റ് കൂടിയ കോളേജുകളിൽ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു NRI സീറ്റ് ആണെങ്കിലും അഡ്മിഷൻ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ജൂൺ 31 തന്നെ NRI സ്റ്റാറ്റസ് നമ്മൾ കേരളയുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കീം 2021 അപ്ലൈ ചെയ്യുമ്പോൾ പല കുട്ടികളും മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ പിക്സൽ സൈസ് വളരെ കുറവാകുകയും അവർക്കത്
ലെജിബിൾ ആകാതിരിക്കുമ്പോൾ മെമ്മോയിലൂടെ നമ്മളെ അത് അറിയിക്കുകയും ഇമേജസ് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പം 2021 അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും റെഗുലറായി കീം 2021 വെബ്സൈറ്റ് സന്ദർശിക്കുകയും എന്തെങ്കിലും മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അതുപോലെ ഫോട്ടോഗ്രാഫൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ 2 ചെവിയും ക്ലിയറായി കാണത്തക്ക രീതിയിൽ മുഖം നേരെ പിടിച്ച് നല്ല വൃത്തിയായി ഫോട്ടോ എടുക്കുവാൻ ശ്രദ്ധിക്കുകയും അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഒരിക്കൽ കൂടി, നിങ്ങളെ എക്സാം ഹാളിൽ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഫോട്ടോ ഉപയോഗിക്കുന്നത്. കൺഫർമേഷൻ പേജ് എടുത്തു കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ബോക്സിനകത്ത് നിറഞ്ഞ് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും കാണത്തക്ക വിധം ഉണ്ടോ എന്ന് പരിശോധിക്കുക. യാതൊരു കാരണവശാലും ഈ സിഗ്നേച്ചറിന്റെ കോളത്തിൽ വളരെ ചെറിയൊരു ഇമേജ് ഉണ്ടാവാൻ ഇടയാക്കരുത്. കീം 2021 ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഓരോ റിസർവേഷനെ സംബന്ധിച്ചുള്ള വീഡിയോകളും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള വീഡിയോ ബുള്ളൻ യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.